മാരകമായ സുഖങ്ങളെന്ന് നമ്മൾ പേടിക്കുന്ന സുഖങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ മാരകം എന്ന് പറയേണ്ടതില്ല. അള്ളാഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ രോഗങ്ങൾക്കും ശിഫ കൊടുക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ സംബന്ധിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അവരുടെ ഗുണങ്ങൾ ഓരോന്നും അള്ളാഹു എടുത്തു പറഞ്ഞ സൂറത്തു ശൂറായിലെ ഒരു ഭാഗമാണ് നമ്മൾ ഓതിയത്. സൂറത്തു ശൂറ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മശ്വറ ചെയ്യുക എന്നതാണ്, കൂടി ആലോചിച്ച് ചെയ്യുക. മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മുഖച്ഛായ തന്നെ അവർ വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങളൊക്കെ പരസ്പര ധാരണയോടുകൂടെ കൂടിയാലോചിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്നല്ലാഹു പുകഴ്ത്തി പറഞ്ഞ ഒരു ആയത്ത്. നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഭരണാധികാരികൾക്കും ഭരണീയർക്കും ഒക്കെ ഒരുപോലെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണത്. അതിലേറ്റവും വലിയ അത്ഭുതം, നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ രണ്ട് ആശയങ്ങൾ പറഞ്ഞതിൻ്റെ നേർ നടുവിലാണ് അല്ലാഹു തആല വഅംറുഹും ശൂറാ ബൈനഹും, അവർ കൂടിയാലോചിക്കുന്നവരാണ്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ദബ്ഹ് ചെയ്യാൻ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി മോനോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാം, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നി അസ്ബഹുക, മോനെ ഞാൻ അറവ് ചെയ്യുന്നതായി, അറുക്കുന്നതായി അള്ളാഹു എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നു മോനെ. ഫൻദുർ, മോനൊന്ന് ആലോചിച്ചിട്ട് പറ. മാദാ തറാ, മോന്റെ അഭിപ്രായം എന്താണ്? ബലിപെരുന്നാൾ വരുമ്പോൾ നമ്മൾ ഉദ്ഹിയത്ത് അറുക്കും. ഉദ്ഹിയത്ത് അറുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പാഠം വഅംറുഹും ശൂറാ ബൈനഹും, മുസ്ലിമീങ്ങൾ പരസ്പരം കൂടി ആലോചിക്കുന്നവരാണ്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പൊന്നുമോൻ അർത്താൽ മതി. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. 3 ദിവസത്തിലേറെ മഹാനായ നബിക്ക് അള്ളാഹുവിൻ്റെ വഹി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നദർശനം. പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ലഭിക്കുന്ന സ്വപ്നം വഹിയാണെന്നാണ്. കാരണം ഫഇന്നഹു തനാമു ഐനായ വലാ യനാമു ഖൽബി, എൻ്റെ ഖൽബ് ഉറങ്ങുകയില്ല, എൻ്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്. വകദാലികൽ അംബിയ, പ്രവാചകന്മാരും അങ്ങനെ തന്നെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുറങ്ങും, അവരുടെ ഹൃദയം ഉണർന്നിരിക്കുമെന്നാണ്. ഖൽബ് ഉറങ്ങിയുള്ള ഒരു ഉറക്കം പ്രവാചകന്മാർക്കുണ്ടാവുകയില്ല. അങ്ങനെ ഒരു നിർദ്ദേശം അള്ളാഹു നൽകിക്കഴിഞ്ഞാൽ ചെറിയ പ്രായമായ കുഞ്ഞുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ 2 കൈയും പിടിച്ചു കെട്ടി, 2 കാലുകൾ പിടിച്ചു മുറുക്കിക്കെട്ടി അള്ളാഹുവിൻ്റെ ആ നിർദ്ദേശം, അറുക്കുക എന്ന നിർദ്ദേശം നടപ്പാക്കാൻ ഇബ്രാഹിം നബിക്ക് സാധിക്കൂലേ? സാധിക്കും. വല്ല പ്രയാസമുണ്ടോ? ഇല്ല. പക്ഷെ ഇബ്രാഹിം നബി എന്താ ചോദിച്ചത്? ഫൻദുർ, മോന്റെ അഭിപ്രായം ഒന്ന് പറ. മാദാ തറാ, വാട്ട് ഡു യു തിങ്ക്? മോന്റെ അഭിപ്രായം എന്താ? മോൻ എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ ഒരു പിതാവ് തൻ്റെ മകനോട് അഭിപ്രായം അന്വേഷിച്ച ഒരു വലിയ പാഠം ഉദ്ഹിയത്തിൽ പഠിക്കാനുണ്ടെന്നാണ്. ഇതാണ് ഉദ്ഹിയത്തിന്റെ വലിയൊരു പാഠം. ഏതെങ്കിലും ഒരു വാപ്പ, ഒരു പിതാവ് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു കച്ചവടം തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു കാര്യം നടത്തുമ്പോൾ, ഒരു യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുമ്പോൾ ഏതെങ്കിലും മുസ്ലിമായൊരു പിതാവ് പ്രായപൂർത്തിയെത്തിയ മക്കളോടെങ്കിലും കൂടി ആലോചിക്കാറുണ്ടോ?
വാപ്പ മരിക്കുമ്പോഴാണ് മക്കൾ അറിയുന്നത്, പടച്ചോനെ വാപ്പാക്ക് അവിടെ 1.5 ലക്ഷം കടം, ഇവിടെ 5 ലക്ഷം കടം, അവിടെ 16 ലക്ഷം കടം. യാ അല്ലാഹ്, ഇതൊന്ന് വാപ്പ നമ്മളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വാപ്പ പോയി പെടില്ലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന എത്ര മക്കൾ ഭാര്യയോട് അറിയിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തോട് കൂടിയാലോചന ചെയ്തിട്ടുണ്ടെന്നാണ്. മശ്വറ ചെയ്യ, എൻ്റെ അഭിപ്രായം ഇഅ്ജാബു കുല്ലിൻ ബിറഇ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലുണ്ട് ഓരോരുത്തരും അവനവന്റെ അഭിപ്രായമാണ് വലുത് എന്ന് വിചാരിക്കുന്ന കാലം. ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, മറ്റേതൊക്കെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പൊതുപ്രവർത്തനത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സംഘടനാ തലങ്ങളിലുമൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടിയാലോചിക്കണം. ഹുദൈബിയ യുദ്ധം നടക്കുന്നു. ഹുദൈബിയ സന്ധി, അവിടെ യുദ്ധം നടന്നിട്ടില്ല, ഹുദൈബിയ സന്ധിയാണ്. The Treaty of ഹുദൈബിയ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഒരു സ്വപ്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലേക്ക് പുറപ്പെടുന്നു. മദീനയിൽ നിന്ന് 500ഓളം കിലോമീറ്റർ ദൂരമുണ്ടല്ലോ മക്കയും മദീനയും തമ്മിൽ. ഹുദൈബിയ വരെ വന്നു. ഇന്നും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ പഴയ ഒരു മദീന റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ പോയാൽ അവിടെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. വളരെ പുരാതനമായ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളും ഇന്ന് റോഡിന്റെ ഭാഗത്ത് മദീനത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജിദ്ദയിലേക്ക് പോകുമ്പോൾ ഇടത് ഭാഗത്ത് കാണാൻ കഴിയും. ഹുദൈബിയ ഒന്ന് പോയി കാണുക, സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ. പരിശുദ്ധ ഹബീബിന്റെ നിർണായകമായ തീരുമാനങ്ങൾ നടന്ന പ്രദേശമാണത്. മുസ്ലിം സമൂഹത്തിന്റെ അച്ചടക്കം, നേതാവിന്റെ വാക്കുകൾ അംഗീകരിക്കുന്ന ഒരു സമൂഹം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അള്ളാഹുവിന്റെ ദൂതർ എന്താണോ നിർദ്ദേശിക്കുന്നത് അതപ്പടി സ്വീകരിക്കുന്ന ഒരു അനുയായി വൃന്ദം. ആ നബിയാണെങ്കിലോ അള്ളാഹുവിന്റെ തീരുമാനം അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന നിബിതങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായ തീരുമാനമെടുക്കേണ്ടി വന്നാൽ ആ വിഷയത്തിൽ സ്വഹാബത്തിനോട് കൂടി ആലോചിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈബിയയിലേക്ക് എത്തിയപ്പോഴാണ് മക്കക്കാർ പറഞ്ഞത്, നബിയെ തിരിച്ചു പോകണം, മുഹമ്മദ് നബിയെ നിങ്ങളും അനുയായികളും മദീനയിലേക്ക് തിരിച്ചു പോകണം, ഈ വർഷം നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റില്ല. അവർ ഉംറ ചെയ്യാനാ വന്നത് തന്നെ. മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷമാണ് സംഭവം. അന്ന് മക്കയിൽ മുസ്ലിമീങ്ങളില്ല, വളരെ വിരളം. മുസ്ലിമീങ്ങളൊക്കെ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെട്ട് മദീനത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആ നബിയും സ്വഹാബികളും മദീനയിൽ നിന്ന് ഉംറ ചെയ്യാനാ വരുന്നത്. മുഹല്ലിഖീന റൂസഹും വമുഖസ്സിരീൻ, അവർ ഉംറ ചെയ്യുന്നതായി, കഅബാലയം തവാഫ് ചെയ്യുന്നതായി അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നിട്ടുണ്ട്. ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് കടന്നു വരുമ്പോഴാണ് അബൂ സുഫിയാനും ആളുകളും ഒക്കെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ തിരിച്ചു പോകണം. തങ്ങൾ ചോദിച്ചു, എന്തിനെ? നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂ. ഫോർ നോ റീസൺ, കാരണമൊന്നുമില്ല, പോയേ പറ്റൂ. നിബിതങ്ങൾ തിരിച്ചു പോരാനൊരുങ്ങുന്നു. ചരിത്രം കണ്ടിട്ടില്ലാത്ത വിട്ടുവീഴ്ചക്ക് തയ്യാറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരാർ ഏർപ്പെടാൻ വേണ്ടി പറഞ്ഞു. കരാർ വേണം, ഇവിടെ മുസ്ലിമീങ്ങളോട് തിരിച്ചു പോകാൻ പറയാൻ. നബിതങ്ങൾ റെഡിയാണ്, തിരിച്ചു പോകാം. എത്ര കിലോമീറ്റർ? 500 കിലോമീറ്റർ മരുഭൂമിയിലൂടെ നടന്നു വന്ന യാത്രയാണത്. തിരിച്ചു പോവാൻ കുഴപ്പമില്ല, തിരിച്ചു പോകാം. യാ റസൂലല്ലാഹ്, മക്കത്തു ബലദുനാ, മക്ക നമ്മുടെ നാടല്ലയോ? മക്കയുടെ ഗന്ധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കയുടെ പരിസരത്തുള്ള മലകൾ കാണുകയായി. ഇത്രയും അടുത്ത് വന്നതിന്റെ ശേഷം തിരിച്ചു പോവുകയോ? ഗൾഫിലേക്ക് പോയിട്ട് എയർപോർട്ടിൽ തിരിച്ചുവിട്ടാ എന്താ അവസ്ഥ? സഹിക്കാൻ പറ്റൂല അല്ലേ? ഫ്ലൈറ്റിനാ പോകുന്നത്, ഒരു കുഴപ്പം, വെയിൽ കൊണ്ടിട്ടില്ല, ഒന്നും ആയിട്ടില്ല, എന്നാലും പടച്ചോനന്റെ വിസ ശരിയായില്ലല്ലോ, തിരിച്ചു പോരാൻ. ആ ഒരു വിഷമം എന്താ?
അത് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റേഷനിൽ കുഴപ്പമുണ്ടായിട്ട് പോരെന്ന് വിചാരിക്കുക. ഇത് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇപ്രാവശ്യം ഉംറ ചെയ്യാൻ പാടില്ല. ഖുറൈശികൾ അങ്ങ് ക്ഷണിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നമുക്ക് കരാറിൽ ഏർപ്പെടാം. കരാർ എഴുതി പിടിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി റസൂലില്ലാഹ്, അബ്ദുള്ള എന്നവരുടെ മോൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതർ ബോധിപ്പിക്കുന്ന കരാറാണിത്. എന്തൊക്കെ കരാറിന്റെ ഉള്ളടക്കമെന്നറിയുമോ? ആരൊക്കെ മദീനയിൽ നിന്ന് ഈ വർഷം മദീനയിൽ നിന്ന് ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്ന നബിയും അനുയായികളും ഈ വർഷം തിരിച്ചു പോകണം. അടുത്ത വർഷം വരാം. 3 ദിവസം ഇൻ ആൻഡ് ഔട്ട്, വരിക പോവാ. 3 ദിവസം കൊണ്ട് പോകണം, മക്ക വിടണം. ഒന്നത്, ഏതെങ്കിലും ഒരാളെ മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനയിലേക്ക് വരണമെന്ന് തീരുമാനിച്ചാൽ മദീനയിലേക്ക് അവരെ സ്വീകരിക്കരുത്, തിരിച്ചയക്കണം. കുഴപ്പമില്ല, നബി തങ്ങൾ സ്വീകരിക്കാൻ. ഏതെങ്കിലും ഒരാൾ മുസ്ലിമായ മനുഷ്യൻ മദീനയിൽ നിന്ന് ഇനി മക്കയിലേക്ക് തിരിച്ചു വരണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ അവരെ മക്കയിൽ പിടിച്ചു വെക്കും. ഇക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളും നിങ്ങളും തമ്മിൽ 10 വർഷത്തേക്ക് യുദ്ധമില്ല, കുഴപ്പമില്ല. ഈ കരാറുകൾ എഴുതി പിടിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുടെ അംബാസഡർ ഉണ്ട്, സുഹൈൽ ഇബ്നു അംറിന് കൈമാറുന്നു. സുഹൈൽ ഇബ്നു അംറിന് കൈമാറിയപ്പോ കരാറിന്റെ പേജ് എടുത്തുകൊണ്ട് സുഹൈൽ ചോദിച്ചു, ആരാണ് റഹ്മാനുർ റഹീം? വമർ റഹ്മാൻ? ലാ നദ്രി ഇല്ലാ റഹ്മാനൽ യമാമ. യമാമയിലെ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് നിങ്ങൾ വിളിക്കുന്ന കള്ളപ്രവാചകൻ എന്ന് പറയുന്ന മുസൈലിമയല്ലാതെ ഒരു റഹ്മാനിനെ ഞങ്ങൾക്കറിയില്ലല്ലോ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിലെന്നോ ഇത് വെട്ടണം. ബിസ്മിക്കല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ, അത്രയാവാം. റഹ്മാനും റഹീമും ഞങ്ങൾ അംഗീകരിക്കില്ല. നബി തങ്ങൾ പറഞ്ഞു, ഉസ്തുബിയ അലി, അലിയെ അത് വെട്ടിക്കളഞ്ഞേക്കണം. നബിയെ വെട്ടണോ? വെട്ടിയേക്കണം അലിയെ. മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൈൽ ഇബ്നു അംർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുത വേണോ? ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് മതി. ഞാൻ സുഹൈൽ ഇബ്നു അംർ, അംറിന്റെ മകൻ സുഹൈൽ, നിങ്ങൾ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേ വേണ്ടൂ, റസൂലുള്ളാഹ് എന്ന് വേണ്ട, വെട്ടണം. അവർ പറഞ്ഞു, നബിയെ അങ്ങയുടെ സ്ഥാനം അല്ലാഹു ഉയർത്തി വെച്ച റസൂലുള്ളാഹ് എന്ന നാമം എഴുതി വെച്ച കൈകൊണ്ടത് വെട്ടാൻ പ്രയാസമുണ്ട് നബിയെ. സ്വഹാബികളെ, നമ്മൾ സമാധാനം ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ സമാധാനപ്രിയരാണ്, യുദ്ധത്തിന് വന്നവരല്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയിട്ടുണ്ടെന്ന് ആ ഒരു വാക്കിന്റെ പേര് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മരണം വരെ കരയുമായിരുന്നു. ഞാൻ ആ ചോദിച്ചത് പാടില്ലായിരുന്നു, മോശമായി പോയി ഞാൻ ആ ചോദിച്ചത്. എന്തിന് ഞാൻ ആ വാക്കുകൾ പറഞ്ഞു, എന്തിന് ഞാനത് പറഞ്ഞു എന്ന് ഒരുപാട് തവണ വിളിച്ചു കരഞ്ഞിട്ടുണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ വാക്കുകൾ പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലസ്ത റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ? ബലാ യാ ഉമർ, ഞാൻ അല്ലാഹുവിന്റെ നബി തന്നെയാണ് ഉമറേ. അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതിൽ യാ റസൂലല്ലാഹ്. നബിയെ, നമ്മൾ ശരിയും നമ്മുടെ ഭാഗം സത്യവും അവരുടെ ഭാഗം അസത്യവുമല്ലയോ? ഉറപ്പല്ലേ നബിയെ? ബലാ യാ ഉമർ, ഉറപ്പ് തന്നെയാണ് ഉമറേ. നബിയെ, അല്ലാഹു നമ്മളോടൊപ്പമെങ്കിൽ, ഇസ്ലാം ഹക്കാണെങ്കിൽ, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെങ്കിൽ ഈ നാണക്കേട് സഹിക്കേണ്ടതുണ്ടോ നബിയെ? നമുക്ക് അവരോട് യുദ്ധം ചെയ്തുകൂടെ? ആര് ചോദിച്ചു? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സമാധാനം കാംക്ഷിച്ചു വന്ന മുത്ത് നബിയാണ് പറയുന്നത്, ഉമറേ പറ്റില്ല, നമ്മൾ ഇവരുടെ സർവമാന ഉടമ്പടികളും അംഗീകരിക്കുകയാണ്. 10 വർഷത്തേക്ക് യുദ്ധമില്ലല്ലോ, 10 വർഷം നമുക്ക് ആയുധമെടുക്കാതെ നടന്നുകൂടെ? ആ സമയം നമുക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഉപയോഗിച്ചുകൂടെ ഉമർ? അതുകൊണ്ട് യുദ്ധം വേണ്ട. സ്വഹാബത്തിന് വലിയ വിഷമം വന്നു. തിരിച്ചു പോയി നബിയെ, തിരിച്ചു പോകാം. അതുകൊണ്ട് ആരൊക്കെയാണോ മക്കയിലേക്ക് അറുക്കാൻ കൊണ്ടുവന്ന മൃഗങ്ങളുണ്ടല്ലോ, ഒട്ടകങ്ങളുണ്ട്, ആടുമാടുകളുണ്ട്, അവയൊക്കെ അറുത്തിട്ട് തഹല്ലുലായി നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോകുകയാണ്. മുടി മുണ്ഡനം ചെയ്യണം, അല്ലെങ്കിൽ മുടി വെട്ടണം.
സ്വഹാബത്ത് അങ്ങനെ ഇരിക്കുകയാണ്, തയ്യാറാകുന്നില്ല. സ്വഹാബത്തിന് ഇച്ചിരി വിഷമം വന്നു. ഇത്ര വേണോ നബിയേ, ഇത്ര വേണോ നബിയേ? മദീനയിൽ നിന്നാണ് യാത്ര ചെയ്ത് വന്നിട്ടുള്ളത് മക്കയിലേക്ക്. എന്തപ്പം നമ്മളീ പറയണത്? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നു പോയാൽ എങ്ങനെ ഉണ്ടാവും? പരശുരാമനല്ല പോയത്, നടന്നിട്ടാ പോയത്. എന്നിട്ട് പറയാം അവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, പോയിക്കോളണമെന്ന്. നിങ്ങൾ പയ്യന്നൂർക്ക് തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ആലോചിച്ച് നോക്കുക. കുത്തിയിരിപ്പ് സത്യഗ്രഹം നടത്തൂല അവിടെ ഇരുന്നിട്ട്, അല്ലേ? തിരിച്ചു വരാൻ തയ്യാറാവും. ഒരാവശ്യത്തിന് പോയിട്ട് തിരിച്ചു വിടുകയാണ്. എവിടെ? നമ്മുടെ ഈ മരങ്ങളൊക്കെ ഉള്ള കേരളത്തിൽ ആ യാത്രയെങ്കിൽ. മരുഭൂമിയിലെ മദീനയിലേക്കുള്ള മക്കയിൽ നിന്നുള്ള റൂട്ടുകൾ കണ്ടിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോൾ? കൊടും മലകളാണ്, ഒരു വൃക്ഷം പോലും കാണാത്ത മലകൾ. ഭൂമിയാണെങ്കിലോ കല്ലുകൾ, ചവിട്ടിയാക്കാലും മുറി വരും. അങ്ങനത്തെ നാടിലൂടെ 500 കിലോമീറ്റർ നടന്നു വന്നത് തിരിച്ചു പോകണോ നബിയേ? സ്വഹാബത്തിന്റെ വിഷമം സ്വാഭാവികമാണ്. നിബിതങ്ങൾ ഒരൽപ്പം വിഷമിച്ചു പോയി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. നബിതങ്ങളുടെ പൊന്നു ഭാര്യയോട്, ഉമ്മുൽ മുഅ്മിനീനോട്, സത്യവിശ്വാസികളുടെ മാതാവിനോട്, ഉമ്മു സലമ ബീവിയോടാണെന്ന് നബിതങ്ങൾ അഭിപ്രായം ചോദിക്കുന്നത്. ഓരോ യാത്രയിലും നബിതങ്ങളുടെ ഓരോ ഭാര്യമാർ നബിതങ്ങളുടെ കൂടെ പോകാറുണ്ട്. അത്തവണ വന്നത് ഉമ്മു സലമ ബീവിയാണ്. ഹലക്കൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് നാശം സംഭവിച്ചല്ലോ ഉമ്മു സലമ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിലേക്ക് കയറി വരുമ്പോ ചോദിച്ചു, നബിയെ എന്തു പറ്റി? ഒന്നുമല്ല ഉമ്മു സലമ, ഞാൻ തലമുണ്ഡനം ചെയ്ത് മുടി മുറിച്ചുകൊണ്ടോ മുടി എടുത്തുകൊണ്ടോ ഇഹ്റാമിൽ നിന്ന് മോചിതനായി കൊണ്ടുവന്ന ഒട്ടകത്തെ അറവ് ചെയ്ത് മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ കൂടെയുള്ള ആളുകൾക്ക് ഒരുക്കമല്ല ഉമ്മു സലമ. അവർ വിഷമിച്ചിരിക്കുകയാണ്, അവർ വിഷമിച്ചിരിക്കുന്നു. അവർ ഞാൻ പറഞ്ഞതിന് ഒരുങ്ങാൻ തയ്യാറല്ല. ഉമ്മു സലമ ബീവിയോട് നബി ചോദിച്ചു, ഉമ്മു സലമ നിങ്ങൾ എന്തു പറയുന്നു? ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് നിർണായകമായ വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിച്ച അനുഭവം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. ഭാര്യയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, വിഷമങ്ങൾ അവതരിപ്പിക്കുന്നത്, എന്ത് പരിഹാരം നിന്റെ കയ്യിലുണ്ട്? തീരുമാനം ഭർത്താവിൻ്റെതാകാം, ഭാര്യയുടേതാകാം, അതല്ല വിഷയം. തീരുമാനം മനസ്സുകൊണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും സ്വന്തം ഭാര്യയോട് തീരുമാനം ചോദിക്കാം. വഅംറുഹും ശൂറാ ബൈനഹും, മുസ്ലിമീങ്ങളുടെ വിഷയം ഞാൻ പിടിച്ചതിന് 4 കൊമ്പെന്ന നിലപാടല്ല. മുസ്ലിമീങ്ങൾ കൂടിയാലോചിക്കുന്നവരാണ്. വാപ്പ മകനോട് കൂടിയാലോചിച്ച ചരിത്രമാണ് ഉദ്ഹിയത്തറുക്കുന്ന ബലിപെരുന്നാളിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന കുഞ്ഞിനോട് അഭിപ്രായം ചോദിച്ചത്. ലോകത്തിന്റെ നായകർ 20 ഭൗതിക രാജ്യങ്ങളുടെയും ഒരാത്മീയ രാജ്യത്തിന്റെയും അധിപനായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരിൽ ഒരു ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അഭിപ്രായം ചോദിക്കുന്നു. ഉമ്മു സലമ അഭിപ്രായം പറയുന്നു, നബിയേ, അങ്ങ് ഒട്ടകത്തെ അറുക്കുകയും അങ്ങ് തലമുണ്ഡനം ചെയ്യുകയും ചെയ്താൽ മുസ്ലിമീങ്ങൾ അത് സ്വീകരിക്കുകയാകും. പിന്നെ ഒന്നും അവിടെ ചിന്തിക്കില്ല. അങ്ങ് തുടങ്ങിക്കോളൂ നബിയേ, അവർ പിന്നാലെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅമറ ഹാലിഖഹ്, മുടി മുണ്ഡനം ചെയ്യുന്ന, മുടി എടുക്കുന്ന ആളെ വിളിച്ചു. നബി തങ്ങളുടെ മുടിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. തലമുടിയെടുത്തു. അല്ലാഹുവിന്റെ ഉംറ എന്ന ആ ഒരു ഇബാദത്തിന് വരുമ്പോ ഇബാദത്തിന് തഹല്ലുലാകുന്ന രീതി എങ്ങനെയാണ്? കൊണ്ടുവന്ന അറവ് മൃഗത്തെ അറുക്കുകയും ചെയ്തു. നബി അങ്ങ് ചെയ്തപ്പോ സ്വഹാബികൾ മുഴുവനും ചെയ്തു. എല്ലാവരും റെഡിയായി മദീനയിലേക്ക് തിരിച്ചു വന്നു. മക്ക കാണാതെ തിരിച്ചു വന്നൊരു യാത്രയാണത്. ആ യാത്രയിൽ ഹബീബിന്റെ സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ വിഷമം കാണിച്ചപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയോട് മഹദിയോട് അഭിപ്രായം ചോദിച്ച് മഹദിയാണ് പറഞ്ഞത്, നബിയെ നിങ്ങൾ ആദ്യം അങ്ങ് ചെയ്തേക്കൂ, സ്വഹാബികൾ അങ്ങേ പിൻപറ്റിയേക്കും, അങ്ങ് വിഷമിക്കണ്ട. ആ ഒരു നിർദ്ദേശ നബി തങ്ങൾ സ്വീകരിച്ചു. നബി തങ്ങൾ ആദ്യം തല ഹൽഖ് ചെയ്തു, തല മുണ്ഡനം ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. വഅംറുഹും ശൂറാ ബൈനഹും, ഏതൊരു വിഷയത്തിലും മുസ്ലിമീങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്. കൂടിയാലോചിക്കുന്നവരാണവർ, മശ്വറ ചെയ്യുന്നവരാണ്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാഹ്, ആരൊക്കെയാണോ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തത്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തവർ. നോമ്പ് നോൽക്കാൻ പറഞ്ഞപ്പോൾ നോമ്പനുഷ്ഠിച്ചു,
നിസ്കരിക്കാൻ പറഞ്ഞപ്പോ നിസ്കരിച്ചു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അത് ചെയ്തു, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കൊടുത്തു, പലിശ എടുക്കരുതേ എന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് വെച്ചു, പലിശ ഇടപാടുകൾ വേണ്ടതേ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ട പടച്ചവനെ മാറ്റിവെച്ചിരിക്കുന്നു. എന്താണോ അള്ളാഹു എടുക്കണമെന്ന് പറഞ്ഞു എടുത്തു, എന്തൊക്കെ അള്ളാഹു ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു അത് ഉപേക്ഷിച്ചു. അവരാണ് അള്ളാഹുവിന് ഉത്തരം കൊടുത്തവർ. അവർ നിസ്കാരം നിലനിർത്തിയവരുമാണ്. റമദാൻ കഴിഞ്ഞപ്പോ പള്ളിയിലൊക്കെ പകുതി ആളുള്ളൂ എന്ന് പറഞ്ഞത് അല്ലെ? ആരോ വാട്സപ്പിൽ ഇട്ടു പറഞ്ഞില്ല, ഒരാളെ കിട്ടിയ ജമാഅത്തുണ്ടാക്കായിരുന്നു അല്ലേ? പടച്ച തമ്പുരാനെ, പള്ളിയിൽ ആളെ കാണില്ല, പെരുന്നാളോട് കൂടെ പോയി. കൂനൂ റബ്ബാനീൻ വലാ തകൂനൂ റമദാനീൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാവണേ, റമദാന്റെ ആൾക്കാരാവരുത് എന്ന് ഉലമാ പറയും. റമദാനെ പേടിക്കുക, അള്ളാഹിനെ പേടിയില്ല. എന്താ പോണ്ട കാര്യം? അള്ളാഹിനെ പേടിക്കണം, റമദാൻ കഴിഞ്ഞാൽ നിസ്കരിക്കണ്ടേ? കൂനൂ റബ്ബാനീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാകണേ. വലാ തകൂനൂ റമദാനീൻ, റമദാന്റെ ആൾക്കാരാവല്ലേ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഇത് പിരിച്ചു വിട്ടു എന്നാ വിചാരം. യാ അല്ലാഹ്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്തവർ. വഅംറുഹും ശൂറാ ബൈനഹും, അതുമാത്രമല്ല മുസ്ലിം അവരുടെ വിഷയം അവർക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നവയാണ്, മശ്വറ ചെയ്യുന്നതാണ്. അങ്ങനത്തവർ. അപ്പൊ നിസ്കാരം പറഞ്ഞു, മുഷാവറ ചെയ്യുക, മശ്വറ ചെയ്യുക, കൂടിയാലോചിക്കുക. എന്നിട്ട് പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകുന്നതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരുമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ. സക്കാത്ത് കൊടുക്കുക, സ്വതക്ക കൊടുക്കുക, ദാനം ചെയ്യുന്നവര്, നിസ്കരിക്കുന്നവര്. അതിന്റെ ഇടയിൽ പറഞ്ഞ വിഷയമാണ് വഅംറുഹും ശൂറാ ബൈനഹും, അവര് കൂടിയാലോചിക്കുന്നവരാണ്, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നവരല്ല, കൂടിയാലോചിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരന് ഒരു പ്രശ്നമുണ്ടായപ്പോ നബി തങ്ങളോട് കൂടിയാലോചിച്ചിട്ടുണ്ട്. ഒരു തിന്മയിൽ നിന്ന് മോചനം കിട്ടാൻ നബി തങ്ങളോട് കൂടിയാലോചിച്ചു. മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് മക്കക്കാരായ മുസ്ലിമീങ്ങളായ അടിമകളുണ്ട്, അവരെ കെട്ടിവച്ചിരിക്കുന്നുണ്ട് മക്കക്കാരായ പ്രമാണിമാരായ മുതലാളിമാർ. ആ അടിമകളെ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ വന്ന് കെട്ടഴിച്ചുവിട്ട് മദീനയിലേക്ക് രക്ഷപ്പെടുത്തലാണ് ഈ മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. അതാണ് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തുക. കാരണം അവരെ മക്കയിൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ്, ആക്രമിക്കപ്പെടുന്നവരാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ നിലാവുള്ള രാവിൽ മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു മക്കായിലേക്ക് വന്നു. മക്കായുടെ ഊടുവഴികൾക്കിടയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിങ്ങനെ വിളിക്കുന്നുണ്ട്, അമിർസദു, ഇത് മിർസദാണോ? ഒച്ച കേട്ടപ്പോ മനസ്സിലായി ഇത് പരിചയമുള്ള ശബ്ദമാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന്റെ മുമ്പ് മക്കയിൽപ്പെട്ട ഒരു പെണ്ണുമായി അടുപ്പത്തിലാണ്, സ്നേഹത്തിലായിരുന്നു. അവർക്ക് ഇസ്ലാമിനില്ലാത്ത കാലമാണത്. നബിതങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ്. അനാഖാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു മിർസദ് റളിയല്ലാഹു അൻഹു. ഖാലത്ത് നഅം മർഹബൻ മർഹബൻ യാ മിർസദു, മിർസദേ നിങ്ങൾക്ക് സ്വാഗതം. തബീതു ഇൻദനൽ ലൈല, ഇന്നത്തെ രാത്രി നിങ്ങൾ ഇവിടെ എന്റെ കൂടെ കിടന്നുറങ്ങണം. ആര് വിളിച്ചു? അനാഖ് വിളിക്കുന്നു ഒരു തിന്മയിലേക്ക്, വ്യഭിചാരത്തിലേക്ക്. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അന മുസ്ലിമുൻ യാ അനാഖ് ഇന്നല്ലാഹ ഹറമ സിനാ. അനാഖേ, ഞാൻ മുസ്ലിമാണ്. അനാഖേ, അള്ളാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ടല്ലോ. മുസ്ലിം ചെറുപ്പക്കാരൻ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. കോളേജിൽ പഠിക്കുന്ന കാലത്തോ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ വല്ല പ്രേമവും തലയിൽ കയറി കാണും, കുട്ടികളല്ലേ എന്ന് വിചാരിക്കാം. പക്ഷേ പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാരണം ബോധിപ്പിക്കേണ്ടവരാണ്. അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദികൾ അവനവനാണ്, ഉമ്മയും വാപ്പയും നാട്ടുകാരും അല്ല. അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി അവനാണ്. അനാഖേ,
അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. ഇന്നല്ലാഹു ഹറമ സിന, അല്ലാഹു വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ടല്ലോ, ഞാനതിന് വരില്ല. മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അവൾ വിട്ടില്ല എന്നാ. അവൾ പറഞ്ഞു, മിർസദേ, നിങ്ങൾ ഇതിന് വന്നില്ലെങ്കിൽ മക്കക്കാരോട് മുഴുവനും ഞാൻ വിളിച്ചു പറയും, അവരുടെ അടിമകളെ കെട്ടയച്ചു കൊണ്ടുപോകാൻ മിർസദ് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. മക്കയിലെ പ്രമാണിമാർ നിങ്ങളുടെ പിന്നാലെ കൂടി നിങ്ങൾ അടിക്കുന്നത് എനിക്ക് കാണണം. മിർസദ് പറഞ്ഞു, അനാഖേ, നീ വിളിക്കുന്ന വ്യഭിചാരത്തെക്കാളൊക്കെ നല്ലത് തല്ലുകൊല്ലലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ അത് പറഞ്ഞോ, എന്നാലും വ്യഭിചാരത്തിലേക്ക് ഞാൻ വരില്ല എന്ന് മഹാനായ മിർസദ് ബിൻ അബീ മിർസദ് റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു തന്റെ ഇടമല്ലേ അത്. ഈമാൻ ഖൽബിലേക്ക് കടന്നാലുള്ള അവസ്ഥ അതാണ്. ഇരുട്ടവിടെ പ്രശ്നമല്ല, അള്ളാഹുവിനവൻ കാണുന്നുണ്ട്. മക്കയിലെ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ചെറിയൊരു നിലാവെളിച്ചമേ ഉള്ളൂ. മക്കയുടെ ഊടുവഴികളിലൂടെ നടക്കുകയാണ്. ആ രംഗത്താണ് അനാഖ് എന്ന പെണ്ണ് കാണുന്നത്. അവള് മുസ്ലിമല്ല, അന്ന് അവള് മുസ്ലിമായിട്ടില്ല. ഇവളങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അടിമകളെ കെട്ടയച്ചു കൊണ്ടുപോകാൻ മിർസദ് വന്നിരിക്കുന്നു, പിടിച്ചോളൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ മഹാനായ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ 5-8 ആളുകൾ ഓടുകയായി. മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഓടി 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 മക്കയിലെ ഒരു വലിയ മലയുടെ മുകളിൽ കയറി. അവിടെ ഒരു മാളമുണ്ട്, ഒരു ഗുഹയുണ്ട്. ഞാൻ അതിൽ കയറിയിരുന്നു. അവരെന്നെയും തെരഞ്ഞു വന്നു. ഞാൻ ഇരിക്കുന്ന മാളത്തിന്റെ നേർമേലെ ചെന്നു. അവരെന്നെ കണ്ടില്ല. ഫഅമല്ലാഹു അബ്സാറഹും, അവരുടെ കണ്ണുകളെ അള്ളാഹു മറച്ചു വെച്ചു. കണ്ണുകൾക്ക് ബ്ലൈൻഡഡ്നെസ് അള്ളാഹു കാണിച്ചു കൊടുത്തില്ല. തൊട്ടു താഴെ ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്നോട് അരിശം തോന്നി, എന്നോട് ദേഷ്യം തോന്നി. അങ്ങനെ അവർ ആ ഗുഹയുടെ മേലെ നിന്ന് എന്റെ തലയിലേക്ക് അവർ മൂത്രമൊഴിച്ചിട്ടുണ്ട്. മിർസദ് റളിയല്ലാഹു അൻഹു പറയാണ്, ദേഷ്യം തീർക്കാൻ എന്നെ കാണുന്നില്ല. അവർ വിചാരിച്ചു ഞാൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ അവർ എന്റെ മേൽ മൂത്രമൊഴിച്ചു. ഞാനതൊക്കെ സഹിച്ചിരുന്നു. ആ വൃത്തികേടുകളൊക്കെ അവർ ഇറങ്ങിപ്പോയതിന്റെ ശേഷം തൊട്ടടുത്ത് കിടന്ന കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഞാൻ കഴുകി ശുദ്ധിയാക്കി. അവരെന്നെ കാണില്ല എന്ന് നിരാശരായപ്പോ തിരിച്ചുപോയി. ഞാൻ തിരിച്ചു ചെന്ന് ഞാൻ ആർക്കൊക്കെയാണോ വാക്ക് കൊടുത്തിരുന്നത് രക്ഷപ്പെടുത്തുമെന്ന്, ആ അടിമകളൊക്കെ ഞാൻ മെല്ലെ കെട്ടയിച്ച് രക്ഷപ്പെടുത്തി സുബഹിയാകുമ്പോഴേക്കും മക്ക വിട്ടു. മക്ക വിട്ട് മദീനയിലേക്ക് എത്തുമ്പോൾ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഓടുകയാണ്, ഒരു ഓട്ടം ഇങ്ങനെ ഓടുന്നുണ്ട്. അനാഖ് എന്ന സുന്ദരിയായ പെണ്ണിനെ കുറിച്ച്. ചെറുപ്പക്കാരനാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പരിചയമുണ്ട്, വേറെ സ്നേഹത്തിലാണ്, അടുപ്പത്തിലാണ്. പക്ഷേ മുസ്ലിമായതിന്റെ ശേഷം എല്ലാം തീർന്നു. ഇല്ല അനാഖേ, അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. ഇന്നല്ലാഹ ഹറമ സിനാ, എന്നാലും അനാഖിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലുണ്ട്. മദീനയിൽ വന്നപ്പോൾ അത് ആദ്യമായി ഇറക്കി വെക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണ്. തിരുനബിയോട് ചെന്ന് പറഞ്ഞു, ഒരാൾക്ക് ഒരു തെറ്റുമായൊരു ഇത്തരം ഒരു വിഷമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ദീനിന്റെ ഫത്വ ചോദിക്കണം, ഒരു പണ്ഡിതനോട് വിഷയം അവതരിപ്പിക്കണം, അവരിൽ നിന്ന് സദുപദേശം സ്വീകരിച്ചേക്കണം. വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അങ്ങനെയാണ്. ഇസ്ലാമിൽ കുംഭസാരമില്ലെന്നാണ്. കുംഭസരിക്കേണ്ട ഒരു കാര്യമില്ല. ഒരാളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ തെറ്റേറ്റു പറയേണ്ടതില്ല. ഏറ്റു പറഞ്ഞു അള്ളാഹുവിന്റെ മുമ്പിൽ, ഇത്രയേ ആവശ്യമുള്ളൂ. പക്ഷേ ഒരു ഫത്വ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ശരിയാണോ അല്ലേ, ഞാൻ എന്ത് ചെയ്യണം, ഒരു ഗൈഡൻസ്. ഏതൊരു തിന്മയുടെ വിഷയത്തിലും പരിഹാരം തേടേണ്ടി വരും. ഞാനിങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, എന്തു ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യം മശ്വറ ചെയ്തുകൊണ്ട് പരിഹരിക്കുകയാണ് മിർസദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല പരിഹാരം കൊടുത്തില്ലേ? അല്ലാഹു പരിഹാരം കൊടുത്തു. അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മിർസദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അതസവ്വജു അനാഖ, നബിയേ ഞാൻ അനാഖിനെ കല്യാണം കഴിച്ചോട്ടെ നബിയേ, അനാഖിനെ ഞാൻ വിവാഹം ചെയ്തോട്ടെ നബിയേ. എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുന്നുണ്ട്, അനാഖിനെ കുറിച്ച് ഞാൻ എന്തു ചെയ്യണം, എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ? മുസ്ലിം ചെറുപ്പക്കാരൻ അങ്ങനെ ആലോചിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്നല്ല, ചാടിക്കാൻ പറ്റുമെന്നല്ല. ചെറുപ്പക്കാർ പ്രത്യേകം മനസ്സിലാക്കി. ബുദ്ധിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, അൽഹംദുലില്ലാ. എന്നാലും ഈ ചാടിപ്പോക്കുകളൊക്കെ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. മലപ്പുറത്തൊക്കെ ഇല്ല എന്നല്ല ഞാൻ പറയണത്, പക്ഷേ റേഷ്യ ഈ ഭാഗത്തൊക്കെ കൂടുതലാണ്. കുട്ടികൾ ഉമ്മാരോട് പറയില്ല, ഇങ്ങനെയൊക്കെ ഉമ്മ പ്രശ്നമുണ്ട്, ഞാൻ കോളേജിൽ പോകുന്നുണ്ട്, എൻ്റെ പിന്നാലെ ഒരുത്തം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നിരന്തരം എനിക്ക് വിളിക്കുന്നുണ്ട്, ഇതാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. സ്വന്തം വാപ്പയോട്, മുതിർന്ന ആങ്ങളയോട്, ഉമ്മയോട് പെൺകുട്ടി പറയുന്നില്ല.
ആൺകുട്ടി പറയുന്നില്ല, ഉമ്മ അങ്ങനെയൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്, പഠിക്കാൻ പോയപ്പോൾ എറണാകുളത്ത് പോയപ്പോ അല്ലെങ്കിൽ മംഗലാപുരത്ത് പോയപ്പോ ബാംഗ്ലൂരിൽ പോയപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പെട്ടുപോയിട്ടുണ്ട് ഉപ്പ, എന്ത് ചെയ്യണം? വിവാഹം ആലോചിക്കണോ അല്ല ഞാൻ ഒഴിവാക്കണോ, എന്ത് ചെയ്യണം? മുതിർന്നവരോട്, ബോധമുള്ളവരോട് കൂടിയാലോചിക്കണമെന്നാണ് മക്കൾ. ഇത് ചെയ്തില്ലെങ്കിൽ വലിയ സംഘർഷമുണ്ടാകും. അപ്പോഴാ ഡിപ്രഷൻ വരുന്നത്, തകർച്ച വരുന്നത്, തളർന്നു പോകുന്നത്, ഒന്നിനും ഉന്മേഷമില്ലായ്മ, പഠിക്കണ്ട, ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്ന അവസ്ഥകൾ വരും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ. പ്രത്യേകിച്ചും തിന്മകളുടെ വിഷയത്തിൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ കൂടിയാലോചിക്കണമെന്നാണ്. അർഹരായ ആളുകൾ, കൗൺസിൽ ചെയ്യുന്ന ആളുകൾ കാണും, അവരെ ചെന്ന് കാണണം, സംസാരിക്കണം. പണ്ഡിതന്മാർ നല്ല രീതിയിൽ ഉപദേശിക്കാൻ കഴിയുന്ന ആളുകൾ കാണാം, ചെന്ന് വിഷയം അവതരിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? പരിഹാരമില്ലാത്ത വിഷയങ്ങളില്ലല്ലോ. പ്രായപൂർത്തിയെത്തിയ മക്കൾ ഇത് ചിന്തിക്കിൻ. ലോകം വല്ലാത്തൊരു ലോകമാണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റുപാടുകൾ വളരെ മലീമസമാണ്. അതിനിവിടെ നിന്ന് അങ്ങോട്ട് കൂടുകയുള്ളൂ, കുറയുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല. ഹദീസുകളൊക്കെ കണ്ടതനുസരിച്ച് ഇനി വരാൻ പോകുന്ന ലോകം നാളെ ഇന്നത്തെക്കാളും മോശപ്പെട്ടതാണെന്നാണ്. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഇനി വളരാൻ പോകുന്നു. അള്ളാഹു അവരൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. മഹാനായ സ്വഹാബി മിർസദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കല്യാണം കഴിക്കട്ടെയോ? അനാഖിനെ കല്യാണം കഴിക്കട്ടെയോ? അനാഖ് എന്ന പെണ്ണിനെ കല്യാണം കഴിക്കലാണോ എനിക്ക് ഉത്തമം നബി? എന്ത് ചെയ്യണം? മനസ്സിൽ അവളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ വഹി കിട്ടാതെ പറയാൻ പറ്റില്ലല്ലോ, ആകാശ ലോകത്ത് നിന്ന് വിവരം വരണം. നബി തങ്ങൾ ഒന്നും പറയാതിരിക്കുമ്പോഴാണ് വഹയുമായി വരുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് വഹി എന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. മിർസദേ വരണം, അള്ളാഹു നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. മിർസദേ, നബി ഞങ്ങളോട് മസ്അല ചോദിച്ചു വന്ന മിർസദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു വഹയുമായി മറുപടി കൊടുക്കുകയാണ്. അസ്സാനി, വ്യഭിചാരം ചെയ്യുന്ന മനുഷ്യൻ, ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, വ്യഭിചാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവൻ, വ്യഭിചാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവളെയോ ഒരമുസ്ലിമായ പെണ്ണിനെയോ അല്ലാതെ വിവാഹം ചെയ്യുകയില്ല. വസ്സാനിയതു, വ്യഭിചാരം ചെയ്യുന്ന പെണ്ണാണെങ്കിലോ, ലാ യൻകിഹുഹാ, അവളെ വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല. ഇല്ലാ സാനിൻ ഔ മുശ്രിക്, അവളെപ്പോലെ തന്നെ വ്യഭിചാരം ചെയ്യുന്നവനും അല്ലെങ്കിൽ ഒരു അമുസ്ലിമോ അല്ലാതെ ഒരു വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. وحرم ذلك على المؤمنين, വ്യഭിചാരം ചെയ്യുന്നവളാണ് എന്ന് പരസ്യമായ ഒരു പെണ്ണിനെ മുസ്ലിമിന് കല്യാണം കഴിക്കൽ ഹറാമല്ലോ. വ്യഭിചാരിയാണെന്ന് പരസ്യമായ ഒരു ചെറുപ്പക്കാരനെ, സദ്വൃത്തയായ ഒരു പെണ്ണിന് കല്യാണം കഴിക്കൽ ഹറാമാണല്ലോ എന്ന് ആയത്തിറങ്ങിയപ്പോ റദീതു യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് സമാധാനമായി നബിയേ, ഞാൻ അള്ളാഹുവിന്റെ തീരുമാനം സ്വീകരിച്ചു നബിയേ, അനാക്ക് മുസ്ലിം അല്ലല്ലോ, എനിക്കവളെ വേണ്ട എന്ന നല്ല ഒരു തീരുമാനമെടുക്കാൻ മിർസദ് റളിയല്ലാഹു അൻഹുവിനെ വഴിതെളിച്ചത് അള്ളാഹുവിന്റെ റസൂലിനോട് വിഷയം വന്ന് അവതരിപ്പിച്ചപ്പോഴാണ്. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى ومما رزقناهم ينفقون صلوا على النبي محمد وآله
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نور ചൊല്ലിക്കോളൂ. اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه.